RS ഫുട്ബോൾ ഫാമിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നലെ നടന്ന വേൾഡ് കപ്പ് ഡ്രോയിൽ എല്ലാവരും ഗ്രൂപ്പ് ഘട്ടങ്ങളൊക്കെ അറിഞ്ഞിരിക്കും. നമ്മുടെ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തൊരു അത് കാണാം. ഇപ്പൊ നമ്മൾ പറയാൻ പോകുന്ന നാളെ നടക്കാൻ പോകുന്ന ഇനി 2026 വേൾഡ് കപ്പിൽ 187 ദിവസങ്ങൾക്ക് ശേഷം നടക്കാൻ പോകുന്ന അമേരിക്കയിൽ വെച്ചും കാനഡയിൽ വെച്ചും മെക്സിക്കോയിൽ വെച്ച് നടക്കാൻ പോകുന്ന വേൾഡ് കപ്പിന്റെ ഫിക്ചറിനെ കുറിച്ചാണ്, നമ്മൾ ഗ്രൂപ്പ് ഘട്ടത്തെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എ ഗ്രൂപ്പ് മുതൽ തുടങ്ങാം. നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഏതൊക്കെ ഡേറ്റിലാണ് കളി വരുന്നത്, ഇതിന്റെ സമയക്രമവും സ്റ്റേഡിയം കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഇത് ഏതൊക്കെ ഡേറ്റിലാണ്, അല്ലെങ്കിൽ വീഡിയോയുടെ ദൈർഘ്യം ഇങ്ങനെ കൂടിപ്പോകും. അപ്പോൾ കുറെ ഫാൻസുകാർ ഭയങ്കര ഹാപ്പിയിലാണ് അവർക്ക് കിട്ടിയ ഗ്രൂപ്പ്. പക്ഷേ ഗ്രൂപ്പ് ഘട്ടത്തിലല്ലോ മെയിൻ കളി വരുന്നത്. കളി റൗണ്ട് 16 റൗണ്ട് 32 കഴിഞ്ഞ് റൗണ്ട് 16 കഴിഞ്ഞ് പ്രീ ക്വാർട്ടറും സെമി ഫൈനലും ഫൈനലും എത്തണം, കപ്പടിക്കണം. അപ്പൊ ഈ സീസണിൽ ഈ 2026 വേൾഡ് കപ്പിൽ ഏത് ടീമായിരിക്കും കപ്പടിക്കുക എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ ഫാൻ ഏത് ടീമിന്റെ ആയിക്കോട്ടെ, ബ്രസീൽ, അർജന്റീന, പോർച്ചുഗൽ, അങ്ങനെ ഇംഗ്ലണ്ട്, സ്പെയിൻ, ഏത് ടീം ആയിക്കോട്ടെ, അത് കമന്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താൻ പറ്റുന്ന ഫ്ലാഗും ഒന്ന് അതിൽ പിൻ ചെയ്യാൻ മറക്കരുത്. നമുക്ക് ഓരോ ഗ്രൂപ്പുകളായിട്ട് അവരുടെ മത്സരക്രമങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ഗ്രൂപ്പ് എയിൽ ജൂൺ 11 മെക്സിക്കോ വിസസ് സൗത്ത് ആഫ്രിക്കയാണ് മത്സരം. ജൂൺ 10 മറ്റൊരു മത്സരം കൊറിയൻ റിപ്പബ്ലിക് വിസ് യുഎഫ പാത്ത് ഡിയിലുള്ള ഒരു ടീമായിട്ടാണ് മത്സരം. അതേപോലെ ജൂൺ 18 യുഎഫ പാത്ത് ഡിയും സൗത്ത് ആഫ്രിക്കയും തമ്മിലൊരു മത്സരമുണ്ട്. അതേ ദിവസം തന്നെ മെക്സിക്കോയും അതേപോലെ കൊറിയൻ റിപ്പബ്ലിക്കും ആയിട്ടൊരു മത്സരമുണ്ട്. അതിനുശേഷം 24 ജൂൺ 24 യുഎഫ പാത്ത് ഡിയും മെക്സിക്കോയും തമ്മിലൊരു മത്സരമുണ്ട്. അതിനുശേഷം ജൂൺ 24 സൗത്ത് ആഫ്രിക്ക വിസസ് കൊറിയൻ റിപ്പബ്ലിക് ആയിട്ട് മത്സരമുണ്ട്. ബി ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ ജൂൺ 12 കാനഡ വിസസ് യുഎഫ പാർട്ടി എയിലെ ഒരു ടീമായിട്ട് മത്സരം വരുന്നത്. അടുത്ത മത്സരം ജൂൺ 13 ഖത്തർ വിസസ് സ്വിറ്റ്സർലാൻഡ് ആയിട്ടുള്ള ഒരു മത്സരമാണ്. അതൊരു അടിപൊളി മത്സരമായിരിക്കും. അതിനുശേഷം ജൂൺ 18 സ്വിറ്റ്സർലാൻഡ് വിസ് യുഎഫ പാർട്ടി എയുമായിട്ടുള്ള മത്സരമുണ്ട്. ജൂൺ 18 കാനഡ വിസ് ഖത്തർ മത്സരമുണ്ട്. അതേപോലെ ജൂൺ 24 സ്വിറ്റ്സർലാൻഡ് വിസ് കാനഡയുണ്ട്. അതേപോലെ തന്നെ ജൂൺ 24 യുഎഫ പാർട്ടി എ വിസസ് ഖത്തർ ആയിട്ടൊരു മത്സരമുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബി ഗ്രൂപ്പിൽ ഉള്ള മത്സരങ്ങൾ. സി ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ ജൂൺ 13 ബ്രസീൽ വിസ് മൊറോക്കോ. എല്ലാവരും ഉറ്റുനോക്കുന്ന, ബ്രസീൽ ഫാൻസ് ഉറ്റുനോക്കുന്ന ഒരു മത്സരമാണ്. ഈ മത്സരത്തിൽ ബ്രസീലിന് ജയിക്കാൻ കഴിയണമെങ്കിൽ പിന്നെ ആ ഗ്രൂപ്പ് സിമ്പിൾ ആയിട്ട് അവർക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. അപ്പോൾ 13 മറ്റൊരു മത്സരം ഹേത്തി വിസസ് സ്കോട്ട്ലാൻഡ് ആണ്. അതിനുശേഷം ബ്രസീൽ വിസസ് ഹേത്തി ജൂൺ 19 സ്കോട്ട്ലാൻഡ് മൊറോക്കോനെ നേരിടുന്നുണ്ട്. അതേപോലെ ജൂൺ 24 സ്കോട്ട്ലാൻഡ് വിസസ് ബ്രസീൽ. അതേ ദിവസം തന്നെ മൊറോക്കോ വിസ് ഹേത്തി മത്സരം നടക്കാൻ പോവുകയാണ്. അങ്ങനെയാണ് സി ഗ്രൂപ്പിലെ മത്സരക്രമങ്ങൾ വരുന്നത്. അടുത്ത് ഡി ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ ഡി ഗ്രൂപ്പിൽ ജൂൺ 12 USA വിസ് പരോഗ്വേ മത്സരം നടക്കുന്നുണ്ട്. അതേ ദിവസം തന്നെ ഓസ്ട്രേലിയ വിസ് യുഎഫ പാർട്ട് സിയിലെ ഒരു ടീമായിട്ട് മത്സരം വരുന്നുണ്ട്. അതേപോലെ ജൂൺ 19 യുഎഫ പാർട്ട് സിയും അതേപോലെ പരോഗ്വേ ആയിട്ട് ഒരു മത്സരം വരുന്നുണ്ട്. 19 തന്നെ USA വിസസ് ഓസ്ട്രേലിയ മത്സരം വരുന്നുണ്ട്. ജൂൺ 25 യുഎഫ പാർട്ട് സിയും USA തമ്മിലൊരു മത്സരം വരുന്നുണ്ട്. ജൂൺ 25 അതേ ദിവസം തന്നെ പരോഗ്വേ വിസസ് ഓസ്ട്രേലിയ മത്സരം വരുന്നുണ്ട്. നമുക്ക് ഗ്രൂപ്പ് എയിലേക്ക് വരികയാണെങ്കിൽ ജൂൺ 14 ജർമ്മനി വിസ് കുറാക്കോ മത്സരം നടക്കുന്നത്. ജർമ്മനിക്ക് ആദ്യ മത്സരം തന്നെ സിമ്പിൾ ആവാനുള്ള ചാൻസ്. ജൂൺ 14 തന്നെ ഐവറി കോസ്റ്റും ഇക്വഡോറും തമ്മിലുള്ള മത്സരം നടക്കുന്നത്. ജൂൺ 20 ജർമ്മനിയും ഐവറി കോസ്റ്റും തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട്. ജൂൺ 20 തന്നെ ഇക്വഡോറും കറാഗോയും തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട്. ജൂൺ 25 ഇക്വഡോറും ജർമ്മനിയും തമ്മിലുള്ള മത്സരം നടക്കുന്നത്. ജർമ്മനിയുടെ ഒരു പരീക്ഷണ മത്സരമായിരിക്കും അത്. അതേപോലെ തന്നെ ജൂൺ 25 കറാഗോയും കോസ്റ്റാറിക്കയും തമ്മിലൊരു മത്സരം നടക്കുന്നുണ്ട്. നമുക്ക് അടുത്ത ഗ്രൂപ്പിലേക്ക് എഫ് ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ നെതർലാൻഡ്സും ജപ്പാനും തമ്മിലാണ് ആദ്യ മത്സരം. ജൂൺ 14 ജൂൺ 14 തന്നെ യുഎഫ പാത്ത് ബിയിൽ നിന്നും ടുണീഷ്യ ആയിട്ട് ഏറ്റുമുട്ടുന്നുണ്ട്. അതിനുശേഷം ജൂൺ 20 നെതർലാൻഡും യുഎഫ പാത്ത് ബിയിലുള്ള ടീമായിട്ട് മത്സരിക്കുന്നത്. അതേ ദിവസം തന്നെ ടുണീഷ്യയും ജപ്പാനും തമ്മിൽ മത്സരമുണ്ട്. ജൂൺ 25 ടുണീഷ്യയും നെതർലാൻഡും തമ്മിൽ മത്സരമുണ്ട്. ജൂൺ 25 ജപ്പാനും യുഎഫ പാത്ത് ബിയിലെ ഒരു ടീമായിട്ട് മത്സരം നടക്കുന്നതോടുകൂടി എഫ് ഗ്രൂപ്പിലെ മത്സരങ്ങൾ അവസാനിക്കുകയാണ്. ഇനി അടുത്ത വരികയാണ് ജി ഗ്രൂപ്പിലേക്കാണ് വരുന്നത്. ബെൽജിയവും ഈജിപ്താണ് ആദ്യമായിട്ട് ജൂൺ 15 മത്സരിക്കുന്നത്. അതേ ദിവസം തന്നെ ഇറാനും ന്യൂസിലാൻഡും തമ്മിൽ മത്സരം വരുന്നുണ്ട്. ജൂൺ 21 ബെൽജിയവും ഇറാനും തമ്മിലുള്ള മത്സരം വരുന്നുണ്ട്. ജൂൺ 21 അതേ ദിവസം തന്നെ ന്യൂസിലാൻഡും ഈജിപ്തും തമ്മിലുള്ള മത്സരം വരുന്നുണ്ട്. ജൂൺ 26 ന്യൂസിലാൻഡും ഈജിപ്തും തമ്മിലുള്ള മത്സരം വരുന്നുണ്ട്. ജൂൺ 26 ഈജിപ്തും ഇറാനും തമ്മിലുള്ള മത്സരം വേണ്ട. അതോടുകൂടി ജി ഗ്രൂപ്പിലെ മത്സരങ്ങൾ അവസാനിക്കുകയാണ്. എച്ച് ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ സ്പെയിനിന്റെ ആദ്യ എതിരാളികൾ കേപ്പ് വെർഡെ ആണ്. സ്പെയിനിന് ആദ്യ മത്സരം തന്നെ സിമ്പിൾ ആണെന്നുള്ള കാര്യമാണ്. സൗദി അറേബ്യ ഉറുഗ്വേ ആയിട്ടാണ് അതേ ദിവസം തന്നെ ജൂൺ 15 നടക്കാൻ പോകുന്ന മത്സരം. ജൂൺ 25 സ്പെയിനും സൗദി അറേബ്യയും തമ്മിൽ മത്സരം നടക്കുന്നുണ്ട്. ജൂൺ 25 ഉറുഗ്വേയും കേപ്പ് വെർഡെയും തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട്. ജൂൺ 26 ഇവരുടെ ഗ്രൂപ്പിൽ അടുത്ത മത്സരം വരുന്ന ഉറുഗ്വേയും സ്പെയിനും തമ്മിൽ. അതാണ് ആ ഗ്രൂപ്പിലെ ഏറ്റവും നല്ല മത്സരം എന്ന് പറയാനുള്ളത്. 26 കേപ്പ് വെർഡെയും സൗദിയും. അത് സൗദിക്കാണോ കേപ്പ് വെർഡെക്കാണോ അവരുടെ ഇത് തെളിയിക്കാൻ പറ്റിയ മത്സരമാണ്. അടുത്ത എച്ച് ഗ്രൂപ്പ് കഴിഞ്ഞ ഐ ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ ഫ്രാൻസും സെനഗലും ആയിട്ടാണ് ഫസ്റ്റ് മത്സരം. ഫ്രാൻസിന് സെനഗൽ വെല്ലുവിളി നേരിടുമെന്ന് അറിയാൻ പറ്റില്ല. അത് ജൂൺ 16 തന്നെ
പാത്ത് 2-ൽ നിന്ന് വരുന്ന ടീമും നോർവേ ആയിട്ടൊരു മത്സരമുണ്ട്. അതേപോലെ ജൂൺ 25 ഫ്രാൻസും പാത്ത് 2-ൽ നിന്ന് വരുന്ന ഒരു ടീമും മത്സരിക്കുന്നുണ്ട്. ജൂൺ 22 അതേ ദിവസം തന്നെ സെനഗലും നോർവേയും തമ്മിലുള്ള മത്സരം നടക്കാൻ പോകുന്നത്. ജൂൺ 26 അടുത്ത റൗണ്ട് മത്സരം നടക്കാൻ പോകുന്നത്. നോർവേയും ഫ്രാൻസും തമ്മിലുള്ള മത്സരം. ഈ മത്സരം അത്യന്തം ഭയങ്കര ഇമ്പോർട്ടന്റ് ഉള്ള മത്സരം എന്ന് പറഞ്ഞാൽ എംബാപ്പയും നമ്മുടെ ഹാലൻഡും തമ്മിലുള്ള പോരാട്ടം തന്നെയാണ് ആ മത്സരം എന്ന് പറയുന്നത്. അതേ ദിവസം തന്നെ സെനഗലും പാത്ത് 2-ലെ ഒരു ടീമായിട്ട് വരുന്നുണ്ട് മത്സരത്തിൽ. ജെ ഗ്രൂപ്പിലേക്ക് വരികയാണെങ്കിൽ അർജന്റീനയുടെ ഗ്രൂപ്പാണ് ജെ ഗ്രൂപ്പ്. അർജന്റീനയ്ക്ക് ആദ്യമായിട്ട് മത്സരം വരുന്നത് ജൂൺ 16 അൾജീരിയ ആയിട്ടുള്ള മത്സരം. ഓസ്ട്രേലിയ ജോർദാനെ അതേ ദിവസം നേരിടുന്നുണ്ട്. ജൂൺ 22 അർജന്റീന ഓസ്ട്രിയ നേരിടുന്നുണ്ട്. ജൂൺ 22 ജോർദാനും അൾജീരിയയും തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട്. ജൂൺ 27 ജോർദാനും അർജന്റീനയും തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ 27 അൾജീരിയയും ഓസ്ട്രിയയും തമ്മിലുള്ള മത്സരം നടക്കുന്നുണ്ട്. ഇതോടുകൂടി ഗ്രൂപ്പ് ജെയിലെ മത്സരങ്ങൾ അവസാനിക്കുകയാണ്. കെയിലേക്ക് വരികയാണെങ്കിൽ പോർച്ചുഗലിന്റെ ഗ്രൂപ്പായ കെയിൽ ജൂൺ 14 പോർച്ചുഗൽ കാത്തിരിക്കുന്നത് പാത്ത് 1-ലെ ക്വാളിഫയർ കിട്ടിയിട്ട് വരുന്ന ടീമിനെയാണ് ഫസ്റ്റ് മത്സരം. ജൂൺ 17 ഉസ്ബെക്കിസ്ഥാനും കൊളംബിയയും തമ്മിലുള്ള മത്സരമാണ്. അതിനുശേഷം ജൂൺ 23 പോർച്ചുഗലും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള മത്സരമുണ്ട്. അതേ ദിവസം തന്നെ പാത്ത് 1-ഉം കൊളംബിയ ആയിട്ടും മത്സരം നടക്കുന്നുണ്ട്. ജൂൺ 27 കൊളംബിയയും പോർച്ചുഗലും തമ്മിലുള്ള മത്സരമുണ്ട്. ഈ മത്സരമാണ് ഈ ഗ്രൂപ്പിലെ ഏറ്റവും നല്ലൊരു മത്സരം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 27 പാത്ത് 1-ഉം അതേപോലെ ഉസ്ബെക്കിസ്ഥാനായിട്ടുള്ള മത്സരം നടക്കാൻ പോകുന്നുണ്ട്. അവസാന ഗ്രൂപ്പായ എൽ ഗ്രൂപ്പിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഇംഗ്ലണ്ടാണ് അവിടെ ആദ്യ മത്സരത്തിന് ക്രൊയേഷ്യ നേരിടുന്നത്. അതൊരു ഗംഭീര മത്സരമായിരിക്കും, ക്രൊയേഷ്യ വിസസ് ഇംഗ്ലണ്ട്. ജൂൺ 17 ആ മത്സരം നടക്കുന്നത്. അതേ ദിവസം തന്നെ ഗാന വിസസ് പനാമ മത്സരം നടക്കുന്നുണ്ട്. 21 ഇംഗ്ലണ്ട് വിസ് ഗാന മത്സരം നടക്കുന്നുണ്ട്. അപ്പൊ ഇംഗ്ലണ്ടിന്റെ 2 മത്സരം കുറച്ച് ടഫ് തന്നെയാണ്. അതേ ദിവസം തന്നെ പനാമ വിസ് ക്രൊയേഷ്യ മത്സരം നടക്കുന്നുണ്ട്. ജൂൺ 27 പനാമ വിസസ് ഇംഗ്ലണ്ട് മത്സരം നടക്കുന്നുണ്ട്. ജൂൺ 27 ക്രൊയേഷ്യ വിസസ് ഗാന മത്സരം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഫിക്ചർ പ്രകാരമുള്ള മത്സരങ്ങൾ. അപ്പോൾ ഇതിൽ ഇനിയും പ്ലേ ഓഫ് കളിച്ച് വരാനുള്ള ടീമുകളുണ്ട്. ആ ടീമുകൾ വരുമ്പോഴാണ് ഇവർക്ക് എത്രത്തോളം അടുത്ത ഗ്രൗണ്ടിലേക്ക് ഓരോ ടീമിനും കയറാനുള്ള ആ ഒരു പാത്ത് എത്രത്തോളം സുഖകരമാണെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഇനിയും പ്ലേ ഓഫ് കളിച്ച് വരാനുള്ള ടീമുകളുള്ള ആ ഗ്രൂപ്പുകാർ ഇപ്പോഴും ഇതന്നെയാണ്. എന്താ പറഞ്ഞാൽ അവിടെ നിന്ന് വരാനുള്ള ടീമുകളിൽ ഒരു 2-3 ടീമുകളിലും കിടിലൻ ടീമുകൾ വരാനുണ്ട്. അപ്പൊ ഇവരുടെ ഗ്രൂപ്പിൽ വരികയാണെങ്കിൽ ശരിക്കും ഒരു മരണ ഗ്രൂപ്പിനുള്ള സാധ്യതകളൊക്കെ ഇല്ലാതില്ല. അപ്പൊ എന്തായാലും ഇതാണ് ഫിക്ചറിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഗ്രൂപ്പ് എന്ന് കമന്റ് ചെയ്യുക, മറക്കരുത്. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.